ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കുക്കിംഗ് വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹോം മെയ്ഡ് ഗ്രിൽ ചിക്കനും അതോടൊപ്പം ഹോം മെയ്ഡ് മയണൈസും എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. സോ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി 1 kg വെയിറ്റുള്ള ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. മസാല പിടിക്കാൻ വേണ്ടി ഞാനിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മസാല തയ്യാറാക്കാൻ വേണ്ടി ഇത്രയും ഐറ്റംസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മസാലക്കൂട്ടാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. എരിവ് കൂടുതലായി ആഗ്രഹിക്കുന്നവർക്ക് പച്ചമുളക് കൂടുതലായിട്ടിടാം. അതുപോലെ കറിവേപ്പിലയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് കറിവേപ്പില കൂടുതലായിട്ടിടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റാവുന്നതാണ്. മസാല ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിലായതിനു ശേഷം അതിലേക്ക് ഞാൻ പൊടികൾ ആഡ് ചെയ്യുകയാണ്. ഈ മസാലയൊക്കെ നമ്മുടെ ചിക്കൻ്റെ മുകളിൽ അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഗ്രിൽ ചിക്കന്. ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് എയർ ഫ്രയറാണ്. എയർ ഫ്രയറിൻ്റെ ബേസ് ഭാഗത്ത് ഞാൻ കുറച്ച് എണ്ണ തടവി ഇടുന്നുണ്ട്. അത് അടിയിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് വെക്കുക. ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് 170 ഡിഗ്രി ടെമ്പറേച്ചർ 30 മിനിറ്റ് ടൈമർ ആണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ രണ്ട് പുറവും വേവുള്ളൂ. പിന്നെ ഒരു ഹോം മെയ്ഡ് മയണൈസ് ഉണ്ടാക്കാം. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്, ബട്ട് ടു ഹെൽത്തി. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ബോയിൽഡ് എഗ്, പിന്നെ ലെമൺ, അതുപോലെ 2 വെളുത്തുള്ളി, ഒലീവ് ഓയിൽ, അതുമാത്രമാണ്. ഇതാണ് ഹോം മെയ്ഡ് മയണൈസ്. അടിപൊളിയല്ലേ? നമ്മുടെ ഗ്രിൽ ചിക്കൻ ഏറെക്കുറെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് പുറത്തെടുത്ത് ഒന്ന് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രിൽ ചിക്കൻ്റെ കൂടെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുബൂസാണ്.
ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടേൻ്റെ കൂടെയോ ഈ കോമ്പിനേഷൻ അടിപൊളിയാണ്. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.